ഹായ് ഫ്രണ്ട്സ്, ചെമ്പപ്പാറ നാച്ചൽമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാം നിറഞ്ഞ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുമായിരിക്കും അല്ലേ. ഇതൊരു കടലാസ് റോസയാണേ. അതിൻ്റെ ഒരു കമ്പ് വെട്ടി വെച്ചതാണ്. അത് പൂവുണ്ടായി. അതിൽ കാറ്റത്തിങ്ങനെ ആടി നിൽക്കുക, തലയാട്ടി നിൽക്കുന്ന പൂവ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇന്നൊരു നല്ലൊരു കാലാവസ്ഥയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ചിക്കൻ വാങ്ങിച്ചായിരുന്നേ. അതിൽ കുറച്ച് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ടേ. എല്ലില്ലാതെ നല്ല കഷ്ണങ്ങളുള്ള ചിക്കൻ. നമുക്കൊരു തന്തൂരി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോണ്ടാണ്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതിട്ടു. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി മസാലപ്പൊടി, ഇത്രയും ചേർത്ത്. തൈര് ചേർത്ത്. തൈരിനകത്ത് ഉപ്പൊഴിച്ചതായിരുന്നേ. അതുകൊണ്ട് ഇനിയിപ്പം വേറെ ഉപ്പൊഴിക്കണ്ട. നാരങ്ങ നീരും കൂടി ചേർക്കണം. നാരങ്ങ മുറിക്കാനായിട്ട് കത്തി എടുത്തില്ല. കത്തി എടുത്തുണ്ട് വരട്ടെ. നാരങ്ങ മുറിച്ച് പകുതി, ഒരു മുറിയുടെ നീര് മതി. തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുവാണേ. നാരങ്ങ നീരും കൂടി ഒഴിച്ച് പകുതി നാരങ്ങ നീര് മതി. ഒരു മുറി നാരങ്ങ മതി. ഇനി കുറച്ച് എണ്ണ കൂടി അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കണം. എണ്ണയും കൂടി ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു അരമണിക്കൂർ വെച്ചിരിക്കണം. അതിന് ശേഷം ചൂടായ പാനിൽ എണ്ണ തൂവിയിട്ട് അതിന് മുകളിൽ നിരത്തി വെച്ചിരിക്കുകയാണേ. ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ ചിക്കൻ എല്ലാം നല്ലതായിട്ട് വെന്തോളും. ഈയിടെ വലിയ കാര്യത്തിന് തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയ പാത്രം കരിഞ്ഞു കേട്ടോ. ഞാനിങ്ങനെ മൂടി വെച്ചിട്ട് വേറെ എന്തോ പണിക്ക് പോയി. നല്ല തീ ഉണ്ടായിരുന്നു. വന്നപ്പോൾ വേണ്ടേ പാത്രം കരിഞ്ഞു. ഭാഗ്യം ചിക്കൻ കരിഞ്ഞിട്ടില്ല. കുറച്ച് നേരം കൂടെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഏതായാലും ചിക്കൻ കരിയാത്തത് കൊണ്ട് വലിയ കുഴപ്പം ഇല്ല. ചിക്കനെല്ലാം നല്ലപോലെ വെന്ത് ഗോൾഡൻ കളറായേ. പക്ഷേ അതിൻ്റെ അരപ്പെല്ലാം കരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ പാത്രത്തെ കരിഞ്ഞു പിടിച്ചു. ഏതായാലും ചിക്കൻ കരിയാതിരുന്ന് ഭാഗ്യമായി. അതെടുത്തേക്കാം. ചിക്കനെല്ലാം വെന്ത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. ഇതൊരു പാഴായിപ്പോയി തന്തൂരി ചിക്കൻ ആയിപ്പോയി അല്ലേ. അതൊരു പ്ലേറ്റിലെടുത്ത് നമുക്ക് ഈ സവോള വെച്ച് അലങ്കരിച്ചും കൂടെ വെക്കാം. സവോള കൊണ്ട് വളയുണ്ടാക്കിയിടാം. ആണ്ടേ സവോള വള്ളം കൊണ്ട് അലങ്കരിക്കുകയും കൂടി ചെയ്തു. തന്തൂരി ചിക്കൻ ഒന്നും പറയാൻ പറ്റില്ല, ചിക്കൻ വറുത്തതെന്ന് പറയാം അല്ലേ. ഏതായാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം, നല്ല നല്ല കമൻറ്റുകൾ ഇടണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.